ഹലോ ഗൈസ്, ഇന്ന് നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇന്ന് ഫസ്റ്റ് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ദിദിലും സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പ്, ആളെയും കൊണ്ട് പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാനും ദിദിലുമൊക്കെ ഒരുവിധമൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ദിദിലുവിൻ്റെ ചേട്ടൻ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ടോ. അതിൻ്റെ ഇടയിൽ കയ്യിൽ കുറച്ച് കവറൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്, മിഠായി കവർ. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആളെ മൂശാട്ടത്തരമൊക്കെ കാണിച്ചിട്ടോ. പിന്നെ അതിന് ശേഷം അത് കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ കൈ പിടിച്ചിട്ട് അച്ചാമ്മയും നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചിണുങ്ങി. പിന്നെ നല്ല കുട്ടിയായിട്ട് സ്കൂളിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും നോക്കിക്കേ, ജില്ലാ ഹോസ്പിറ്റലാണ്, എന്താ തിരക്കല്ലേ. ആ ജില്ലയിലെ ആൾക്കാർ മുഴുവൻ ഹോസ്പിറ്റലുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും, അത്രയേറെ തിരക്കാണ്. പിന്നെ ഞങ്ങളുടെ കാര്യം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ OP ചീട്ട് എടുത്തത്, അതുകൊണ്ട് 40 കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് കയറി കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റി കേട്ടോ. കാലിലെ പ്ലാസ്റ്റർ ഫുള്ളായിട്ട് മാറ്റി, പക്ഷേ വിരലിൽ മാത്രം ഇട്ട് കൊടുത്തു. ഇനി ഒരു 10 ദിവസത്തേക്ക് കാലനക്കി പോരുതെന്ന് ഡോക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആളത് കാര്യമായിട്ട് എടുത്താൽ കൊള്ളാമായിരുന്നു. എന്നിട്ട് എന്നോട് പറയാതെ അവിടെ നിന്ന് വീഡിയോ എടുക്കും, ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമെന്നും പറഞ്ഞതിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം കേട്ടോ. എൻ്റെ നമ്പർ 175 അവിടെ നമ്പർ 146 കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ പതിയെ ഓട്ടോയൊക്കെ വിളിച്ച് ദിദിലുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ പോകണം. ദിദിലുവിനെ പോണ വഴി എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഈ മേൽപ്പാലം ഭയങ്കര ഇഷ്ടമുണ്ടോ. രാത്രി പോകാനാണ് ഏറ്റവും രസം, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമല്ല അതിലെ കൂടി പോകുമ്പോൾ. പിന്നെ അതിന് ശേഷം ഇതിലുണ്ട് സ്കൂളിലെത്തി. ഞാൻ അവിടെ ചെന്ന് ദിദിലാപ്പനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അവിടെ ഡേ കെയർ ഫെസിലിറ്റി ഉണ്ട്, അതേപോലെ LKG UKG pre-KG എല്ലാം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ദിദിലുവിനെ നമ്മൾ പ്ലേ സ്കൂളിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലുവിനെ ഞാൻ അവിടെ നിന്ന് ഹോണിബെൽ അടിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ടീച്ചർ വന്നു. ഇത് അവിടുത്തെ മാഡം ഉണ്ട്, അതാണ് മെയിനായിട്ടുള്ള മാഡം. അപ്പോൾ മാഡത്തിനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ദിദിലാപ്പനെ വിളിച്ചുകൊണ്ട് വന്നിട്ടോ. ദിദിലാപ്പൻ നല്ല കുട്ടിയായിട്ട് ഓടി വന്നിട്ടോ എൻ്റെ അടുത്തേക്ക്. പിന്നെ അതിന് ശേഷം ഞാൻ അച്ചാമ്മ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടി വിളിക്കാൻ പോകുന്ന നിന്ന് കേട്ടപ്പോൾ ചിരിപ്പൊന്നും അടുപ്പിച്ചില്ല, വേഗം തന്നെ ഓട്ടോയിൽ കയറ്റാമല്ലോ. അപ്പം ഞാൻ പയ്യനെ എടുത്ത് പൊക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നോട്ടോ. വീട്ടിൽ വന്നിട്ട് ഞങ്ങളത് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾക്ക് ദാഹിച്ചാണ് വന്നത്, വല്ല ഷേക്കും കുടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള സങ്കടത്തിലാണ്. അപ്പം ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പുറത്ത് പോയി എന്തെങ്കിലും ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ദിദിലുവിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടി പതിയെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അരുൺ ഐസ്ക്രീമിൽ വന്നിട്ടോ. അവിടുത്തെ വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടിടാം കേട്ടോ. അപ്പം ഞങ്ങളിത് കുറേ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ഐസ്ക്രീമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you.